സ്റ്റോറിക്ക് ബദലായിട്ട് ഞങ്ങൾ മലയാളികൾ ഏക്ക് മൂവി ഉണ്ടാക്കുന്നുണ്ട്. മൂവി കാ നാം നോർത്ത് ഇന്ത്യൻ സ്റ്റോറീസ് പാർട്ട് 1. ഈ മൂവിയിൽ ക്യാ ക്യാ അവരാധങ്ങൾ വരുമെന്ന് മേ ബോലേഗ. ആദ്യം ഗുഡ്ക ബോയ് സ്റ്റോറി. ഈ സ്റ്റോറിയിൽ ഗുഡ്ക തിന്നിട്ട് ട്രെയിനിലും റോഡിലുമൊക്കെ തുപ്പി വെക്കുന്നവരുടെ കഥയാണ്. ഈ ഏക് പാൻ മസാല സ്റ്റോറി, അതുകൊണ്ട് ഇതൊരു പാൻ ഇന്ത്യൻ സിനിമയായിട്ട് റിലീസ് ചെയ്യും. ഉസ്ക ബാത്ത് വരുന്ന സ്റ്റോറി ചാണകം കൊണ്ട് കേക്കും ഹലുവയും ഉണ്ടാക്കി കഴിക്കുന്നവരുടെ ജീവിത കഥയാണ്. മൂവി കാ നാം ഗോബർ കാ ഹൽവ സ്റ്റോറി. ഇസ്കെ ബാത്ത് വരുന്ന സ്റ്റോറി ഗോമൂത്രം കൊണ്ട് മുഹബത്ത് കാ സർബത്ത് ഉണ്ടാക്കി കുടിക്കുന്നവരുടെ കഥയാണ്. കഥാ കാ നാം ഗോമൂത്ര സർബത്ത് പാർട്ട് 1. ഇനി വരുന്ന സ്റ്റോറി ട്രെയിനിൽ കൈകൊട്ടി ആളുകളുടെ കുത്തിനി പിടിച്ച് ക്യാഷ് വാങ്ങിക്കുന്നവരുടെ ജീവിത കഥയാണ്. കഥാ കാ നാം കൈകൊട്ടിപ്പാട്ടും കാശി പിരിവും. ഇസ്ക ബാത്ത് വരുന്നത് പാനിപൂരി വിറ്റ് ജീവിക്കുന്നവരുടെ സിനിമയാണ്. സിനിമയുടെ പേര് റോട്ടിലെ പൂരിയും തോട്ടിലെ പാനിയും. അടുത്ത വരാൻ പോകുന്ന സ്റ്റോറിയാണ് ബഡാ സ്റ്റോറി. ഈ സ്റ്റോറി എങ്ങാനും സിനിമയായാൽ കേരളം അവർക്ക് മുന്നിൽ തോറ്റുപോകും. ഇത് ശൗചാലയം ഇല്ലാതെ പറമ്പിലും ട്രെയിൻ പാളങ്ങളിലും കാര്യം സാധിക്കുന്നവരുടെ കഥയാണ്. ഈ കഥയുടെ പേര് ശൗചാലയമില്ലാത്ത ആത്മകൾ. അരെ നോർത്ത് ഇന്ത്യൻ ലോഗ്, ഐസാ തോട മൂവി ഞങ്ങൾ മലയാളികൾ ഉണ്ടാക്കി വിട്ടാൽ നിങ്ങൾക്ക് താങ്ങില്ല. ഈ കേരള സ്റ്റോറി മൂവിയൊക്കെ ഉണ്ടാക്കുന്ന കാശെടുത്ത് പാവങ്ങൾക്ക് കുറച്ച് ശൗചാലയം ഉണ്ടാക്കി കൊടുക്കുകയെ. ഹമാര കേരള കാ ഹർ ഘർ പേ 2 ശൗചാലയത്തിൽ കുറയാതെ ഉണ്ട് ഹേ.